ഹായ് എവ്രി വൺ. SSLC ജിയോഗ്രഫിയിലെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ എന്ന തേർഡ് ചാപ്റ്ററിൽ നിന്നുള്ള നാലാമത്തെയും അവസാനത്തെയും ക്ലാസ് ആണ് നമ്മൾ ഇന്നിവിടെ ആരംഭിക്കുന്നത്. അപ്പം 3 ക്ലാസ്സുകൾ ഈ ഒരു ചാപ്റ്ററിന് നമ്മൾ ചെയ്തു കഴിഞ്ഞു. അപ്പം ഇത് ഫൈനൽ പാർട്ടാണ്, 4ാമത്തെ പാർട്ട് അല്ലെങ്കിൽ ഫൈനൽ പാർട്ടാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനം എവിടെയാണ് നോക്കിയെന്നുള്ളത് പെട്ടെന്നൊന്ന് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും, ലിറ്ററസി റേറ്റ് എന്ന് പറയുന്ന ഒരു ബോക്സ് കാണാൻ പറ്റും അല്ലെ. അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ആസ്പെക്ട്, വൺ ഓഫ് ദി ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് അല്ലെ, നമ്മൾ പറഞ്ഞിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെൻഷൻ ചെയ്തു. അതിൽ ഹ്യൂമൻ റിസോഴ്സിന്റെ ഒരു ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് ആണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ആ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ലിറ്ററസി റേറ്റ് എന്താണ്, എത്രയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ആ എഡ്യൂക്കേഷന്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് നമ്മൾ ഇന്ന് ഇവിടെ പറഞ്ഞു തുടങ്ങുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കുറച്ച് ബോക്സുകൾ, കുറച്ച് പ്രോജക്റ്റുകളും അതിന്റെ ഗോൾസും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ലെറ്റ്സ് സീ ദി പ്രോജക്ട്സ് ഇംപ്ലിമെന്റഡ് ഇൻ ഇന്ത്യ ടു ഡെവലപ്പ് എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽസ്. നമ്മുടെ രാജ്യത്ത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ചില പ്രോജക്ട്സ് ആണ് അല്ലെ. എന്ത് പ്രോജക്ട്സ് ആണ്? നമ്മുടെ എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ, വിദ്യാഭ്യാസവും അതേപോലെ സ്കില്ല്, നമ്മുടെ നൈപുണികളൊക്കെ മെച്ചപ്പെടുത്താൻ അല്ലെങ്കിൽ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യത്ത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ചില പ്രോജക്ട്സ് ആണ് നമ്മളിവിടെ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. അതിൽ ചിലതൊക്കെ നമ്മൾ കേട്ട് പരിചയമുള്ളതുണ്ടാവാം, ആദ്യമായിട്ട് കേൾക്കുന്നതുണ്ടാവാം. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് പ്രോജക്ട്സ്. അപ്പൊ ആ പ്രോജക്ട്സ് മാത്രം ആദ്യം നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. ICDS, അതായത് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം. അതിന്റെ ഗോൾസ് നമുക്ക് ഒരുമിച്ച് നോക്കാം, അവസാനം നോക്കാം. ആദ്യം ആ പേരുകൾ മാത്രം, പ്രോജക്റ്റുകൾ മാത്രം നമുക്കൊന്ന് ആദ്യം നോക്കാം. അപ്പൊ എന്താണ് ആദ്യത്തേത്? ICDS ആണ്. ദാറ്റ് മീൻസ് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം. ഓക്കെ, സംയോജിത ശിശു വികസന പദ്ധതി എന്നൊക്കെ പറയാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ SSA ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സമഗ്ര ശിക്ഷാ അഭിയാൻ. സമഗ്ര ശിക്ഷാ അഭിയാൻ SSA. അതേപോലെ അടുത്ത ബോക്സിൽ കാണാം നിങ്ങൾക്ക് മറ്റൊരു SSA കാണാം. SSAയും കാണാം, അതേപോലെ തന്നെ RMSAയും കാണാം. ഓക്കെ, ആ SSA എന്താണ്? സർവശിക്ഷാ അഭിയാനാണ്. സർവശിക്ഷാ അഭിയാൻ, അതേപോലെ രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ. ഓക്കെ, അതേപോലെ താഴെ RUSA, റുസ, രാഷ്ട്രീയ ഉച്ചതൽ ശിക്ഷാ അഭിയാൻ. ദെൻ ലാസ്റ്റ് വൺ നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് and monetary reward scheme. National skill development and monetary reward scheme. These are the different projects implemented in our country for the development of education and skills. Okay, education and skills അതിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്ത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഡിഫറെന്റ് പ്രോജക്ട്സ് ആണ് നമ്മളിപ്പോ പരിചയപ്പെട്ടത്. അപ്പോൾ ഓരോന്നിന്റെയും ഗോൾസ് നമ്മളിവിടെ നോക്കാൻ പോവാണ്. ഓക്കെ, ഏറ്റവും ആദ്യം ICDS, ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. അപ്പം ICDS എന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുകയാണെങ്കിൽ അതിന്റെ ഫുൾ ഫോം നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ ഏത് രൂപത്തിൽ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ അതിന്റെ ഫുൾ ഫോം നിങ്ങൾ പഠിച്ചു വെക്കാം കേട്ടോ. ICDS എന്താണ്? ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീമാണ്. അതിപ്പോ മലയാളത്തിൽ പറയുകയാണെങ്കിൽ അർത്ഥം സംയോജിത ശിശു വികസന പദ്ധതി എന്ന് പറയാം. സംയോജിത ശിശു വികസന പദ്ധതി. അപ്പൊ എന്താണ് ഈ ICDSന്റെ ഗോൾസ് എന്ന് പറയുന്നത്? നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഫസ്റ്റ് പോയിന്റ്, ടു എൻഷുർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ അപ് ടു 6 years. 6 വയസ്സുവരെയുള്ള കുട്ടികളുടെ സമഗ്ര വികസനമാണ്, ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ആണ് ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലെ. മറ്റൊന്ന്, ടു പ്രൊവൈഡ് ഹെൽത്ത് കെയർ ഫോർ പ്രഗ്നന്റ് ആൻഡ് ലാക്ടേറ്റിംഗ് വിമൻ. ഗർഭിണികളുടെ, അതേപോലെ തന്നെ ലാക്ടേറ്റിംഗ് വിമൻ എന്ന് പറയുമ്പോൾ മുലയൂട്ടുന്ന അമ്മമാരാണ്. അപ്പോൾ ഈ ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും ഒക്കെ ആരോഗ്യ പരിപാലനമാണ്, അവരുടെ അവർക്ക് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു ഗോൾ. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടാവും, നഴ്സറികളിൽ നിന്ന്, അംഗൻവാടികളിൽ നിന്ന്, നഴ്സറികളിൽ നിന്ന്
പിന്നെ ഗർഭിണികൾക്ക് എന്ത് കൊടുക്കാറുണ്ട്? ഈ ധാന്യങ്ങളും ഗോതമ്പ്, അതേപോലെ കടല, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അമൃതം പൊടിയായിട്ടും അങ്ങനെയുള്ള മറ്റു സാധനങ്ങളൊക്കെ ആയിട്ട് അതും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതൊക്കെ ഈ ഒരു ICDSന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീമിന്റെ ഭാഗമായിട്ടാണ് അത്തരം കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഗോൾസ് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ദെൻ സെക്കൻഡ് വൺ ഏതാണ്? സമഗ്ര ശിക്ഷ അഭിയാനാണ്, SSA ആണ്. അപ്പൊ അതിന്റെ ഗോൾസ് എന്തൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് ഗോൾ എന്താണ്? ടു എൻഷുർ യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ ടു ഓൾ അപ് ടു ഹയർ സെക്കൻഡറി ലെവൽ. ഹയർ സെക്കൻഡറി ലെവൽ വരെ എല്ലാവർക്കും എന്ത് ചെയ്യുക? സാർവത്രിക വിദ്യാഭ്യാസം, സാർവത്രിക പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറയാം. എല്ലാവർക്കും എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. എൻഷുർ യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ ടു ഓൾ അപ് ടു ഹയർ സെക്കൻഡറി ലെവൽ. ഹയർ സെക്കൻഡറി ലെവൽ വരെ എല്ലാവർക്കും വിദ്യാഭ്യാസത്തിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. മറ്റൊന്ന്, ടു എൻഷുർ ക്വാളിറ്റി ആൻഡ് ഇക്വിറ്റി. ടു എൻഷുർ ക്വാളിറ്റി ആൻഡ് ഇക്വിറ്റി, അല്ലെ? ക്വാളിറ്റിയും ഇക്വിറ്റിയും രണ്ടും പറയുന്നുണ്ട്. ക്വാളിറ്റി ഉറപ്പുവരുത്തുക, അതേപോലെ തന്നെ ഇക്വിറ്റി ഉറപ്പുവരുത്തുക. ഇക്വിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ അർത്ഥമാക്കേണ്ടത് ഇക്വാളിറ്റി എന്നുള്ള ഒരു അർത്ഥത്തിലാണ്. സമത്വം അല്ലെങ്കിൽ തുല്യത, എല്ലാവർക്കും അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. അത് രണ്ടും ഉറപ്പുവരുത്തുക. ടു പ്രൊമോട്ട് ദി വൊക്കേഷണൽ എഡ്യൂക്കേഷൻ. ടു പ്രൊമോട്ട് ദി വൊക്കേഷണൽ എഡ്യൂക്കേഷൻ സ്ട്രെങ്തൻ എന്നിവിടെ കാണുന്നുണ്ട്, പക്ഷേ അത് ആ ഒരു സെന്റൻസിലേക്ക് അവിടെ മാച്ച് ചെയ്യുന്നില്ല. ആ സ്ട്രെങ്തൻ നമുക്ക് താഴേക്ക് ഇടാനുള്ളതാണ്. അപ്പൊ തൽക്കാലം സ്ട്രെങ്തൻ അവിടെ നിൽക്കട്ടെ. തേർഡ് പോയിന്റ് എന്താണ്? ടു പ്രൊമോട്ട് ദി വൊക്കേഷണൽ എഡ്യൂക്കേഷൻ. ടു പ്രൊമോട്ട് ദി വൊക്കേഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? വൊക്കേഷണൽ എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുക? പ്രൊമോട്ട് ചെയ്യുക. അതായത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക. അത് ഈ ഒരു സമഗ്ര ശിക്ഷാ അഭിയാന്റെ ഒരു ഗോളാണ്. ഓക്കെ, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം അഥവാ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതും സമഗ്ര ശിക്ഷാ അഭിയാന്റെ വൺ ഓഫ് ദി ഗോൾ ആണ്, അതിന്റെ ഒരു ലക്ഷ്യമാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരു സ്ട്രെങ്ത് എന്നുള്ള ഈ ഒരു വാക്കുണ്ടല്ലോ, അത് താഴോട്ടുള്ളതാണ്. ഞാനിവിടെ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ പിന്നെ അടുത്ത പോയിന്റ് എന്താ? ICDS കഴിഞ്ഞു, SSA കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പിന്നെ സമഗ്ര ശിക്ഷ. അടുത്ത ബോക്സിൽ പറയുന്നത് സമഗ്ര ശിക്ഷ വാസ് ഫോംഡ് ബൈ ഇന്റഗ്രേറ്റിംഗ് സർവശിക്ഷ അഭിയാൻ ആൻഡ് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ. അതായത് നമ്മളിപ്പോ മുകളിൽ പറഞ്ഞിട്ടുള്ള ഈ സംഗതി ഉണ്ടല്ലോ, സമഗ്ര ശിക്ഷ അഭിയാൻ, SSA, അല്ലെ? ഈ സമഗ്ര ശിക്ഷാ അഭിയാൻ എങ്ങനെ ഫോം ചെയ്യപ്പെട്ടത്? അത് എങ്ങനെ ഉണ്ടായതാണ്? ഈ SSA വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന 2 സ്കീമുകളാണ് ഇവിടെ താഴെ പറയുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് SSA തന്നെയാണ്, അല്ലെ? ആ SSA എന്ന് പറയുകയാണെങ്കിൽ എന്താ സംഭവം? അത് സർവശിക്ഷാ അഭിയാനാണ്. അപ്പോൾ ആ SSAയും അതേപോലെ തന്നെ പ്ലസ് RMSA. ഏതാണ്? RMSA. SSA പ്ലസ് RMSA. RMSന്റെ ഫുൾ ഫോം എന്താ? രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ. അപ്പൊ SSAയും RMSAയും രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത്, രണ്ടും കൂടെ ഇന്റഗ്രേറ്റ് ചെയ്തുണ്ടായിട്ടുള്ള പുതിയ ആശയമാണ്, പുതിയ ഐഡിയ ആണ്, പുതിയ പ്രോജക്റ്റ് ആണ്. ഏത്? ഈ SSA. ഈ SSAന്റെ ഫുൾ ഫോം എന്താ? സമഗ്ര ശിക്ഷാ അഭിയാനാണ്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ SSAന്റെ ഫുൾ ഫോം എന്താ? ഇവിടെ കാണാൻ നിങ്ങൾക്ക് സർവശിക്ഷാ അഭിയാനാണ്. അപ്പോ RMSA എന്താ? RMS എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാനാണ്. അപ്പോൾ SSA പ്ലസ് RMSA രണ്ടും കൂടി ചേർന്നിട്ടാണ് ഏതുണ്ടായത്? സമഗ്ര ശിക്ഷാ അഭിയാൻ ഉണ്ടായത്. ഓക്കെ, അപ്പോ ഈ SSAന്റെയും RMSന്റെയും ഒക്കെ ഒരു ഗോളായിട്ട് ഇവിടെ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ടു ദി ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ലൈക്ക് SCRT ഡയറ്റ്. അപ്പൊ അവിടെ എവിടെ ഒരു മിസ്റ്റേക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നത് വായിക്കുന്ന സമയത്ത്. ആ സെന്റൻസ് ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ട് നമുക്ക് തോന്നും, അല്ലെ? അപ്പൊ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ സ്ട്രെങ്തൻ ഉണ്ടല്ലോ, അത് എവിടെ ആഡ് ചെയ്യുക? ഇവിടെ ഈ ടു കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ എന്ത് കൊടുക്കുക? ഈ സ്ട്രെങ്തൻ എന്നുള്ള വാക്ക് അവിടേക്ക് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഒന്ന് വായിച്ചു നോക്കിയേ. ടു സ്ട്രെങ്തൻ ദി ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ലൈക്ക് SCRT ഡയറ്റ്. SCERT ഡയറ്റ് പോലെയുള്ള സ്ഥാപനങ്ങൾ, അതൊക്കെ ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. അതെന്ത് ചെയ്യുക? കൂടുതൽ ശക്തിപ്പെടുത്തുക.
അധ്യാപകർക്ക് പരിശീലനം നൽകുന്ന സംവിധാനങ്ങളായ സ്ഥാപനങ്ങളായ SCERT, ഡയറ്റ് പോലെയുള്ള സ്ഥാപനങ്ങളെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ് അവിടെ ആ ഒരു പോയിന്റിന്റെ അർത്ഥം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് രാഷ്ട്രീയ ഉച്ചതൽ ശിക്ഷ അഭിയാൻ, RUSA, രാഷ്ട്രീയ ഉച്ചതൽ ശിക്ഷ അഭിയാൻ. അതിന്റെ ഒബ്ജക്റ്റീവ് നമുക്ക് നോക്കാം. ടു ഇൻക്രീസ് ദി ആക്സസ് ടു ഹയർ എഡ്യൂക്കേഷൻ, ഉന്നത വിദ്യാഭ്യാസ ലഭ്യത വർദ്ധിപ്പിക്കുക. അതായത് ഹയർ എഡ്യൂക്കേഷൻ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. ടു ഇംപ്രൂവ് ക്വാളിറ്റി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി എന്ത് ചെയ്യുക, ഉയർത്തുക, ഹയർ എഡ്യൂക്കേഷന്റെ ഗുണനിലവാരം ഉയർത്തുക. അപ്പൊ അത് രണ്ടാണ്. അപ്പൊ ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രോജക്റ്റ് ആണ് RUSA എന്നുള്ളത് മനസ്സിലായി. ഇനി ലാസ്റ്റ് വൺ, നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് മോണിറ്ററി റിവാർഡ് സ്കീം. നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് മോണിറ്ററി റിവാർഡ് സ്കീം. അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഒന്ന്, ടു ഇംപ്രൂവ് ദി വർക്കിംഗ് സ്കിൽസ് ഓഫ് ദി യൂത്ത്, യുവജനങ്ങളുടെ തൊഴിൽ നൈപുണ്യം, വർക്കിംഗ് സ്കിൽ എന്ത് ചെയ്യുക, മെച്ചപ്പെടുത്താം. ഓക്കെ, യൂത്തിന്റെ, രാജ്യത്തുള്ള യൂത്തിന്റെ, യുവാക്കളുടെ, യുവജനങ്ങളുടെ വർക്കിംഗ് സ്കില്ല്, തൊഴിൽ നൈപുണി, തൊഴിൽ രംഗത്ത് തൊഴിൽ ചെയ്യാനുള്ളവരുടെ കഴിവുകൾ, അതിനെന്ത് ചെയ്യുക, ഒന്നുകൂടി ഇംപ്രൂവ് ചെയ്യുക. അതേപോലെ അടുത്ത ഒബ്ജക്റ്റീവ് എന്താണ്? ടു എൻഷുർ ദി അവൈലബിലിറ്റി ഓഫ് പീപ്പിൾ വിത്ത് എംപ്ലോയബിൾ സ്കിൽ. ടു എൻഷുർ, ഉറപ്പുവരുത്തുക. എന്ത് ഉറപ്പുവരുത്തുക? ദി അവൈലബിലിറ്റി ഓഫ് പീപ്പിൾ വിത്ത് എംപ്ലോയബിൾ സ്കിൽ. നല്ല എംപ്ലോയബിൾ സ്കില്ലുള്ള അഥവാ നല്ല തൊഴിൽ വൈദഗ്ധ്യം നേടിയിട്ടുള്ള ആൾക്കാരുടെ ലഭ്യത ഉറപ്പുവരുത്തുക. ഓക്കെ, നല്ല ജോലി ചെയ്യാൻ കഴിയുന്ന, ജോലി ചെയ്യാൻ കഴിയുന്ന നല്ല സ്കിൽഡ് ആയിട്ടുള്ള ആളുകളുടെ ലഭ്യത ഉറപ്പുവരുത്തുക. അങ്ങനത്തെ ആളുകളെ വാർത്തെടുക്കുക എന്നർത്ഥം. ഓക്കെ, സോ ദീസ് ആർ ദി ഡിഫറെന്റ് പ്രോജക്ട്സ് ഇംപ്ലിമെന്റഡ് ഫോർ ദി ഡെവലപ്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ ഇൻ അവർ കൺട്രി. ഓക്കെ, ഏതൊക്കെയാ? ICDS, SSA, RMSA, RUSA, National Skill Development and Monetary Reward Scheme. Okay, then apart from these, several programs are also initiated by state governments. ഇത് കൂടാണ്ട് ഒരുപാട് പ്രോജക്റ്റുകൾ, പ്രോഗ്രാംസ് സംസ്ഥാന സർക്കാരുകൾ വേറെയും പ്ലാൻ ചെയ്യാറുണ്ട്, ഇംപ്ലിമെന്റ് ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. Okay, then there are institutions at various levels to provide education in a country. നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസം നൽകാൻ ഒരുപാട് പല ലെവലിലുള്ള സ്ഥാപനങ്ങളുണ്ട്. അതൊക്കെ ചെറിയ കുട്ടികൾക്ക് വരെ അറിയാം. ഏതൊക്കെയാ അങ്ങനെയുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്? സ്കൂൾസ്, കോളേജസ്, യൂണിവേഴ്സിറ്റീസ്, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എക്സെട്ര. ഇതൊക്കെ നമുക്കറിയുന്ന കാര്യമാണ്. സ്കൂളുകളും കോളേജുകളും യൂണിവേഴ്സിറ്റികളും അതേപോലെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തുണ്ട്, അല്ലേ? Our country has made education a fundamental right and has passed the Right to Education Act, that is RTE Act, in 2009. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ് പറഞ്ഞത്. ആ ഒരു ഇയർ നമ്മൾ ഓർത്തു വെക്കണം. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, RTE Act 2009. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമമാണ് RTE Act. എന്താ അതിന്റെ ഫുൾ ഫോം? റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, വിദ്യാഭ്യാസ അവകാശ നിയമം. 2009 ഈ ഒരു നിയമം നമ്മുടെ പാർലമെന്റ് പാസ്സാക്കുന്നത്. അപ്പൊ ആ കൺട്രി ഹാസ് മെയ്ഡ് എഡ്യൂക്കേഷൻ എ ഫണ്ടമെന്റൽ റൈറ്റ്. അപ്പൊ ഈ ഒരു നിയമത്തിലൂടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആക്കി മാറ്റി, ഒരു മൗലിക അവകാശമാക്കി മാറ്റി. ഓക്കെ, ഏത് നിയമത്തിലൂടെ? റൈറ്റ് ത്രൂ ദിസ് ലോ, ത്രൂ ദിസ് ആക്ട്. വിച്ച് ആക്ട്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. അപ്പൊ 2009 ഈ ഒരു നിയമം നിലവിൽ വന്നത്. ദി കോൺസ്റ്റിറ്റ്യൂഷൻ എൻഷുവേഴ്സ് ദി ഗോൾ ഓഫ് എലമെന്ററി എഡ്യൂക്കേഷൻ ഫോർ ഓൾ ത്രൂ RTE. അതായത് ഈ ഒരു നിയമത്തിലൂടെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ഉറപ്പുവരുത്താണ്? എലമെന്ററി എഡ്യൂക്കേഷൻ ഫോർ ഓൾ എന്നുള്ള ലക്ഷ്യം, അഥവാ പ്രാഥമിക വിദ്യാഭ്യാസം, എല്ലാവർക്കും പ്രാഥമിക വിദ്യാഭ്യാസം എന്നുള്ള ലക്ഷ്യം ഈ ഒരു നിയമത്തിലൂടെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എൻഷുർ ചെയ്യാണ്, ഉറപ്പുവരുത്തുകയാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടണം എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മുടെ രാജ്യം, നമ്മുടെ പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമമാണ് ഇത്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഇൻ 2009. ഇമ്പോർട്ടന്റ് ആണ്. Then, however, problems still exist in the education sector of India which need to be solved. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തുണ്ട്? ഒരുപാട് പ്രോബ്ലംസ് എഡ്യൂക്കേഷൻ സെക്ടറിൽ, നമ്മുടെ രാജ്യത്തിന്റെ എഡ്യൂക്കേഷൻ സെക്ടറിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ആ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. വാട്ട് ആർ ദി പ്രോബ്ലംസ് exist in the education sector of India? ഇന്ത്യയുടെ വിദ്യാഭ്യാസ രംഗത്ത് നിലനിൽക്കുന്ന
പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? പ്രോബ്ലംസ് എക്സിസ്റ്റ് ഇൻ ദി എഡ്യൂക്കേഷൻ സെക്ടർ ഓഫ് ഇന്ത്യ. ഏതൊക്കെയാണ് ആ പ്രശ്നങ്ങൾ? ഒന്ന്, certain sections drop out from schools without completing primary education. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തുള്ള ചില പ്രശ്നങ്ങൾ, പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ചില വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവരുടെ പ്രൈമറി എഡ്യൂക്കേഷൻ പോലും കംപ്ലീറ്റ് ആക്കാണ്ട് സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആവുക. അതായത് എന്ത് ചെയ്യുക, ഇടക്ക് വെച്ച് നിർത്തി പോവുക എന്നർത്ഥം. അത് നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗത്തും ഇപ്പോഴും നടക്കുന്നുണ്ട്. കേരളത്തിൽ കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. അതായത് പ്രത്യേകിച്ച് ഈ ഒരു പ്രശ്നം, ഈ ഒരു ഡ്രോപ്പ് ഔട്ട് ഇഷ്യൂ നേരിടുന്നത് പ്രത്യേകിച്ച് ട്രൈബൽ പീപ്പിളൊക്കെ ഒരുപാട് ഉള്ള മേഖലയിലാണ്. ഈ ഗോത്രവർഗ്ഗക്കാർ, ആദിവാസികളെ പോലെയുള്ള ഗോത്രവർഗ്ഗക്കാർ ഒരുപാടുള്ള പ്രദേശത്താണ് ഈ ഒരു ഡ്രോപ്പ് ഔട്ട് ഇഷ്യൂ കൂടുതൽ വരുന്നത്. കാരണം അവർക്ക് സ്കൂളിൽ പോവലും പഠിക്കലും ഒക്കെ അത്ര ഒരു താല്പര്യമുള്ള കാര്യമായിരിക്കില്ല. പാരന്റ്സിന് അതിനെപ്പറ്റി വലിയൊരു അവയർനെസ് ഉണ്ടാവില്ല. അപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ അവരൊക്കെ ഏൺ ചെയ്യാൻ, സമ്പാദിക്കാൻ, ജോലിക്ക് പോകാനുള്ള ഒരു താല്പര്യവും കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങൾ കൊണ്ട് തന്നെ ഡ്രോപ്പ് ഔട്ട് എന്ന് പറയുന്ന ഒരു വിഷയം നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗത്തും ഒരു വലിയ വിഷയം തന്നെയാണ്. ഓക്കെ, സോ certain sections drop out from schools without completing primary education. പ്രൈമറി എഡ്യൂക്കേഷൻ പോലും കംപ്ലീറ്റ് ആക്കാണ്ട് ഒരു വിഭാഗം സ്കൂളിൽ നിന്ന് കൊഴിഞ്ഞു പോവാറുണ്ട്, അല്ലെങ്കിൽ ഡ്രോപ്പ് ഔട്ട് ആവാറുണ്ട്. ദെൻ അടുത്തത്, there is a lack of availability of basic facilities in the education sector. അതായത് വിദ്യാഭ്യാസ രംഗത്ത്, എഡ്യൂക്കേഷൻ സെക്ടറിൽ ബേസിക് ഫെസിലിറ്റീസിന്റെ ലഭ്യത കുറവ് നല്ലോണം ഉണ്ട്. കേരളത്തിൽ നമുക്കറിയാം ഗവൺമെന്റ് സ്കൂളുകളൊക്കെ കൂടുതൽ ഹൈടെക് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും എല്ലാ സ്കൂളുകളുമായിട്ടില്ല. നമ്മുടെ രാജ്യം മൊത്തം നോക്കുന്ന സമയത്തും ഇതേപോലെ തന്നെ പല ഗവൺമെന്റ് സ്ഥാപനങ്ങളും പല ഗവൺമെന്റ് സ്കൂളുകളും ഒരുപാട് ഫെസിലിറ്റീസിന്റെ കുറവ് അനുഭവപ്പെടുന്നുണ്ട്. Okay, so there is a lack of availability of basic facilities in the education sector. അപ്പൊ വിദ്യാഭ്യാസ രംഗത്ത് ബേസിക് ഫെസിലിറ്റീസ് പോലും ഇല്ലാത്ത ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് അടിസ്ഥാന സൗകര്യം, ബേസിക് ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ നല്ല ക്ലാസ് റൂം, അതേപോലെ തന്നെ നല്ല ഗ്രൗണ്ട്, നല്ല ലൈബ്രറി, അതേപോലെ നല്ല ഡെസ്കും ബെഞ്ചും, നല്ല ബോർഡ്, ഇതൊക്കെ ബേസിക് ഫെസിലിറ്റീസാണ്. അപ്പൊ ഇതൊന്നും ഇല്ലാത്ത ഒരു പ്രശ്നം പല സ്ഥലത്തും ഇപ്പോഴും ഉണ്ട്. അതേപോലെ തേർഡ് വൺ, quality of education has to be improved. വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റി, എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി, ഗുണനിലവാരം ഒരുപാട് ഇനിയും ഇംപ്രൂവ് ചെയ്യാനുണ്ട്, മെച്ചപ്പെടാനുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സെക്ടറിൽ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട മേജർ പ്രോബ്ലംസ്. ഓക്കെ, ദെൻ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പറയാൻ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലും ഇന്നത്തെ ക്ലാസ്സിലുമായിട്ട് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ ഒരു ഭാഗമാണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ആൻഡ് ഹെൽത്ത് കെയർ. ഓക്കെ, മറ്റൊരു ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് ആണ് അല്ലെ, ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റൊരു ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് ആണ് ഹെൽത്ത് കെയർ. അപ്പൊ നമ്മൾ ഇനി നോക്കാൻ പോകുന്ന ഏതാണ്? ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ആൻഡ് ഹെൽത്ത് കെയർ ആണ്. ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റും ഹെൽത്ത് കെയറും അഥവാ ആരോഗ്യ പരിപാലനവും. ഏറ്റവും ആദ്യം ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ഹെൽത്ത്? എന്താണ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ? എന്താണ് ആരോഗ്യം? എന്താ ആരോഗ്യം? ഇവിടെ പറയുന്നു, അക്കോർഡിംഗ് ടു ദി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, അക്കോർഡിംഗ് ടു ദി WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ അഭിപ്രായത്തിൽ ഹെൽത്ത് is a state of physical, mental and social well-being. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കണേ. അക്കോർഡിംഗ് ടു, അവിടെ മുതൽ തന്നെ നിങ്ങൾ മാർക്ക് ചെയ്തോളൂ. അക്കോർഡിംഗ് ടു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, അത് ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോകാരോഗ്യ സംഘടനയുടെ അഭിപ്രായത്തിൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഹെൽത്ത് is a state of physical, mental and social well-being. അതായത് ശാരീരികമായും മാനസികമായും സാമൂഹികമായും ഉള്ള ഒരു സുസ്ഥിതിയാണ്, ഒരു വെൽ ബീയിങ് ആണ് ആരോഗ്യം അല്ലെങ്കിൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ഓക്കെ, നല്ല ശരീരം ഉണ്ടായതുകൊണ്ട് മാത്രമായില്ല, മാനസികമായിട്ടും സാമൂഹികമായിട്ടും നമുക്ക് എന്ത് വേണം? ഒരു വെൽ ബീയിങ് വേണം, ഒരു നല്ലൊരു സുസ്ഥിതി, ഒരു നല്ല അവസ്ഥ വേണം. അപ്പൊ ഇതെല്ലാം ഉണ്ടെങ്കിലേ ഒരു ഹെൽത്ത് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ, ഹെൽത്ത് അല്ലെങ്കിൽ ആരോഗ്യം എന്ന് പറയാൻ പറ്റുള്ളൂ. സോ അലോങ് വിത്ത് ഫിസിക്കൽ കണ്ടീഷൻസ്, നമ്മുടെ ശാരീരിക അവസ്ഥകൾ കൂടാണ്ട് അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻസ് ഈസ് ഗിവൻ ടു മെന്റൽ ആൻഡ് സോഷ്യൽ കണ്ടീഷൻസ് ആസ് വെൽ. അല്ലെ, നമ്മൾ പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. നമ്മുടെ ഫിസിക്കൽ കണ്ടീഷന്റെ കൂടെ തന്നെ മെന്റൽ കണ്ടീഷനും സോഷ്യൽ കണ്ടീഷനും ഒക്കെ എന്താ ഒരേപോലെ ഇമ്പോർട്ടന്റ് ആണ് ഹെൽത്തിന്റെ കാര്യത്തിൽ. ഇറ്റ് ഈസ് ദ ഗവൺമെന്റ്സ് റെസ്പോൺസിബിലിറ്റി ടു എൻഷുവർ ഹെൽത്ത് കെയർ ഫോർ ഓൾ. എല്ലാവർക്കും ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്
ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓൺലി ദെൻ ക്യാൻ ഈച്ച് ഇൻഡിവിജ്വൽ വർക്ക് ഫോർ ദി ഇക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് എ കൺട്രി. അപ്പൊ എല്ലാവർക്കും അങ്ങനെ ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്തെങ്കിൽ മാത്രമേ ഓരോ ഇൻഡിവിജ്വലിനും ഓരോ വ്യക്തിക്കും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇവിടെ പറയുന്നു ഓൺലി ദെൻ ക്യാൻ ഈച്ച് ഇൻഡിവിജ്വൽ വർക്ക് ഫോർ ദി ഇക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിന്റെ ഇക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടി, ഒരു രാജ്യത്തിന്റെ പ്രോഗ്രസിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഒരാൾക്ക് സാധിക്കണമെങ്കിൽ അയാൾക്ക് വേണ്ട ഹെൽത്ത് കെയർ ആര് പ്രൊവൈഡ് ചെയ്യണം? ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യണം. ലെറ്റ്സ് സീ ഹൗ ഹെൽത്തി പേഴ്സൺസ് ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ദി പ്രോഗ്രസ് ഓഫ് എ കൺട്രി. നമുക്ക് നോക്കാനുള്ള അതാണ്, നമുക്ക് പഠിക്കാനുള്ള അതാണ്. അപ്പൊ നമ്മൾ മുകളിൽ മാർക്ക് ചെയ്ത വാട്ട് ഈസ് ഹെൽത്ത് എന്നുള്ള ആ ഒരു സെന്റൻസ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കേണ്ട ഒരു സാധനമാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. എന്താ ക്വസ്റ്റ്യൻ? ഹൗ ഹെൽത്തി പേഴ്സൺസ് ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ദി പ്രോഗ്രസ് ഓഫ് എ കൺട്രി. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞു ഗവൺമെന്റ് നല്ല ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ഇൻഡിവിജ്വൽസിന് ഒരു രാജ്യത്തിന്റെ എക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടി വർക്ക് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ഹൗ ഹെൽത്തി പേഴ്സൺസ് ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ദി പ്രോഗ്രസ് ഓഫ് എ കൺട്രി. ഒരു ഹെൽത്തി പേഴ്സൺ, ഒരു നല്ല ആരോഗ്യമുള്ള ഒരു വ്യക്തി എങ്ങനെയാണ് ഒരു രാജ്യത്തിന്റെ പ്രോഗ്രസിന് വേണ്ടി, ഒരു രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി അങ്ങനെയുള്ള ഒരു ഹെൽത്തി പേഴ്സൺ എന്താണ് ചെയ്യുന്നത്? ഏത് രൂപത്തിലാണ് അതിൽ പങ്കാളിയാവുന്നത്? ഓക്കെ, ആരോഗ്യമുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ആരോഗ്യമുള്ള വ്യക്തികൾ എങ്ങനെയാണ് ഒരു രാജ്യത്തിന്റെ പുരോഗതിയിൽ പങ്കാളികളാവുന്നത്? ഹൗ ഹെൽത്തി പേഴ്സൺസ് ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ദി പ്രോഗ്രസ് ഓഫ് എ കൺട്രി അല്ലെങ്കിൽ ഫോർ ദി പ്രോഗ്രസ് ഓഫ് എ കൺട്രി. നോക്കാം എങ്ങനെയൊക്കെയാ ഒരു ഹെൽത്തി പേഴ്സൺ ഒരു രാജ്യത്തിന്റെ പുരോഗതിയിലേക്ക് പിന്നെ ഒരു കാരണമായി മാറുന്നത്. എങ്ങനെയൊക്കെയാ? ഒന്ന്, production increases with the increase in efficiency and the number of working days. അപ്പൊ നല്ല ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്ത് നല്ല ഹെൽത്തി പേഴ്സൺസ് ആണുള്ളത് എങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് സംഭവിക്കും? പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും. എങ്ങനെയാ? പ്രൊഡക്ഷൻ ഇൻക്രീസസ് വിത്ത് ദി ഇൻക്രീസ് ഇൻ എഫിഷ്യൻസി. അതായത് നല്ല ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ വർക്കേഴ്സിന്റെ എഫിഷ്യൻസി കൂടും. എഫിഷ്യൻസി കൂടുമ്പോൾ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും. അവർക്ക് കൂടുതൽ മികച്ച രീതിയിൽ ഒരു കമ്പനിയാണെങ്കിൽ ആ കമ്പനിയിൽ ജോലി ചെയ്യാൻ സാധിക്കും അല്ലെ? അപ്പൊ അവിടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും. മാത്രമല്ല നല്ല ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവർക്ക് ഈ മെഡിക്കൽ ലീവിന്റെ ആവശ്യം വരുന്നില്ല. അസുഖങ്ങൾ വന്ന് ട്രീറ്റ്മെന്റിന്റെ പേർപ്പസിന് വേണ്ടി ലീവ് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ വർക്കിംഗ് ഡേയ്സ് കൂടും, നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് ഇൻക്രീസ് ചെയ്യും. അതൊക്കെ എന്തിനു കാരണമാവും? പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ കാരണമാവും അല്ലെ? അപ്പൊ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാന്ന് പറയുമ്പോൾ അത് ഇക്കണോമിക് ഡെവലപ്മെന്റിന്റെ ഒരു ഇൻഡിക്കേറ്റർ ആണ്. So production increases with the increase in efficiency and the number of working days. അപ്പൊ നല്ല ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ എഫിഷ്യൻസി കൂടുന്നു, അതേപോലെ നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സിന്റെ എണ്ണം കൂടുന്നു, നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് കൂടുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെ എന്തിനു കാരണമാവുന്നു? ദാറ്റ് റിസൾട്ടഡ് ഇൻ ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ. ദെൻ അടുത്ത പോയിന്റ്, നാച്ചുറൽ റിസോഴ്സസ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് പ്രോപ്പർലി. അപ്പൊ നല്ല ഹെൽത്തി പേഴ്സൺസ് ആകുമ്പോൾ അവരെ കൊണ്ട് നാച്ചുറൽ റിസോഴ്സസ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് പ്രോപ്പർലി. പ്രകൃതി വിഭവങ്ങളൊക്കെ ശരിയായി പ്രോപ്പറായിട്ട് വിനിയോഗിക്കാൻ സാധിക്കും. മെഡിക്കൽ എക്സ്പെൻസ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ദബൈ റെഡ്യൂസിങ് ദി ഗവൺമെന്റ്സ് എക്സ്പെൻഡിച്ചർ. അപ്പൊ നല്ല ഹെൽത്ത് കെയർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവർക്ക് അസുഖങ്ങൾ വരുന്നത് കുറവായിരിക്കും. അങ്ങനെ അസുഖങ്ങൾ വരുന്നത് കുറയുമ്പോൾ മെഡിക്കൽ എക്സ്പെൻസ് ദാറ്റ് ക്യാൻ ബി റെഡ്യൂസ്ഡ്. ചികിത്സ ചെലവ് കുറയ്ക്കാൻ സാധിക്കും. ദബൈ റെഡ്യൂസിങ് ദി ഗവൺമെന്റ്സ് എക്സ്പെൻഡിച്ചർ. അതുവഴി സർക്കാരിന്റെ ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ കുറയ്ക്കാൻ, ഗവൺമെന്റിന്റെ ചെലവ് കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. ഗവൺമെന്റിന്റെ ചെലവ് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ വേറൊരു അർത്ഥം എന്താ? ഗവൺമെന്റിന്റെ ഇൻകം കൂട്ടുക എന്നാണ്. ചെലവ് കുറയാന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻകം കൂടുക എന്നുള്ള ഒരു അർത്ഥം അവിടെ വരുന്നുണ്ട്. അപ്പൊ നല്ല ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആളുകൾ ഹെൽത്തി ആയി മാറുമ്പോൾ ഇവിടെ മെഡിക്കൽ എക്സ്പെൻസ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ദബൈ റെഡ്യൂസിങ് ദി ഗവൺമെന്റ്സ് എക്സ്പെൻഡിച്ചർ. അപ്പൊ ചികിത്സാ ചെലവ് കുറയും, അതുവഴി സർക്കാരിന്റെ സാമ്പത്തിക ബാധ്യത, സർക്കാരിന്റെ ആ ഒരു ഇക്കണോമിക് എക്സ്പെൻഡിച്ചർ, സാമ്പത്തിക ചെലവ് കുറയ്ക്കാൻ സാധിക്കും. ഓക്കെ, ഒരു പോയിന്റും കൂടിയുണ്ട്. ഇക്കണോമിക് ഡെവലപ്മെന്റ് ഈസ് പോസിബിൾ ത്രൂ ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ. Economic development is possible through increase in production. അതായത് സാമ്പത്തിക വികസനം, ഇക്കണോമിക് ഡെവലപ്മെന്റ് എങ്ങനെ സാധ്യമാവുള്ളൂ? ഇക്കണോമിക് ഡെവലപ്മെന്റ് ഈസ് പോസിബിൾ ത്രൂ ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ കൂടുന്നതിലൂടെ, ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിലൂടെ എന്ത് സാധ്യമാവുന്ന പറയുന്നത്? ഒരു രാജ്യത്തിന് ഡെവലപ്മെന്റ് ഉണ്ടാവും എന്ന് പറയുന്നു. ഓക്കെ, ശരിക്കും ഈ ഒരു പോയിന്റ് നമുക്കിവിടെ രണ്ടാമത്തെ പോയിന്റ് ആക്കി പറയാം. കാരണം പ്രൊഡക്ഷനായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ഫസ്റ്റ് പറയുന്നു. അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ പോലെയുള്ള പോയിന്റ് ആണ് ഈ ഫോർത്ത് പോയിന്റ്.
അപ്പൊ അത് രണ്ടാമതാക്കി ശരിക്കും പഠിച്ചു വെച്ചാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. എങ്ങനെയായാലും കുഴപ്പമില്ല, 4 പോയിന്റ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഞാൻ പറഞ്ഞു ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ സൈഡിൽ ഒന്ന് എഴുതി വെച്ചോളാം. ഇമ്പോർട്ടന്റ് എന്ന് നിങ്ങൾക്ക് എഴുതി വെക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഏതാ ക്വസ്റ്റ്യൻ? ഹൗ ഹെൽത്തി പേഴ്സൺസ് ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ദി പ്രോഗ്രസ് ഓഫ് എ കൺട്രി. മറ്റൊരു ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ദി ഫെസിലിറ്റീസ് ടു ബി എൻഷ്യൂർഡ് ഫോർ ഹെൽത്ത് കെയർ. ഹെൽത്ത് കെയറിന് വേണ്ടി അല്ലെങ്കിൽ ആരോഗ്യ പരിപാലനത്തിന് വേണ്ടി ഒരുക്കേണ്ട സൗകര്യങ്ങൾ എന്തൊക്കെയാന്ന് ലിസ്റ്റ് ചെയ്യാൻ പറയാണ്. ഓക്കെ, ലിസ്റ്റ് ദി ഫെസിലിറ്റീസ് ടു ബി എൻഷ്യൂർഡ് ഫോർ ഹെൽത്ത് കെയർ. അപ്പൊ ഈ ഹെൽത്ത് കെയർ നമ്മൾ പറയുന്നുണ്ടല്ലോ, ആരോഗ്യ സംരക്ഷണം എന്നൊക്കെ പറയുന്നുണ്ട്, ആരോഗ്യ പരിപാലനം എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഈ ഹെൽത്ത് കെയറിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ ഫെസിലിറ്റിയാണ് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത്, എന്തൊക്കെ ഫെസിലിറ്റിയാണ് നമ്മൾ ഒരുക്കേണ്ടത്, എന്തൊക്കെ ഫെസിലിറ്റിയാ നമ്മൾ മീൻസ് ഗവൺമെന്റ് എന്തൊക്കെ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം, എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ഓരോന്നും നമുക്ക് നോക്കാം. കൃത്യമായ പോയിന്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. അവൈലബിലിറ്റി ഓഫ് ന്യൂട്രീഷ്യസ് ഫുഡ്, നല്ല പോഷകാഹാര ലഭ്യത ഉറപ്പുവരുത്തണം. അവൈലബിലിറ്റി ഓഫ് ക്ലീൻ വാട്ടർ, അർത്ഥം അറിയാലോ, ശുദ്ധജല ലഭ്യത. പ്രിവെന്റീവ് മെഷേഴ്സ്, അതായത് രോഗപ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കണം. ക്ലെൻലിനെസ് അറിയാം അല്ലെ, ശുചിത്വ പരിപാലനം വേണം. മെഡിക്കൽ ഫെസിലിറ്റീസ് വേണം. അതേപോലെ എൻഷുറിംഗ് ഓഫ് ലെഷർ ആൻഡ് എന്റർടൈൻമെന്റ്, വിശ്രമത്തിനും വിനോദത്തിനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഉറപ്പുവരുത്തണം. അതിന്റെ ഭാഗമായിട്ടാണ് ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള പാർക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത്. അതേപോലെ തന്നെ ബീച്ചുകളിലൊക്കെ മോഡിഫൈ ചെയ്യുന്നതും ബ്യൂട്ടിഫിക്കേഷൻ നടത്തുന്നതും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാ? ഈ പറയുന്ന ഒരു നമ്മുടെ ലെഷർ ടൈം, പബ്ലിക്കിന്റെ ലെഷർ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പോൾ വിനോദത്തിന് വേണ്ടിയിട്ട്, അതേപോലെ തന്നെ അങ്ങനെയുള്ള എന്താ പറയുക, വിശ്രമത്തിന് വേണ്ടിയിട്ട് ഒക്കെയുള്ള സംവിധാനങ്ങളും ഗവൺമെന്റ് ഒരുക്കണം. ഹെൽത്തി എൻവയോൺമെന്റ്, ലാസ്റ്റ് പോയിന്റ് പറയുന്നു ഹെൽത്തി എൻവയോൺമെന്റ്, ആരോഗ്യകരമായിട്ടുള്ള ഒരു പരിസ്ഥിതി മൊത്തത്തിൽ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ദീസ് ആർ ദി ഫെസിലിറ്റീസ് ടു ബി എൻഷുർഡ് ഫോർ ഹെൽത്ത് കെയർ. അപ്പൊ ഹെൽത്ത് കെയറിന്റെ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ദെൻ various institutions operate to ensure the availability of the above mentioned facilities. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്താൻ വേണ്ടി, ഈ ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥാപനങ്ങൾ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. The government has set up institutions that work at different levels in medical sector. അതായത് ഗവൺമെന്റ് ഈ മെഡിക്കൽ സെക്ടറിൽ വിവിധ തലങ്ങളിലായിട്ട് പ്രവർത്തിക്കുന്ന കുറെ സ്ഥാപനങ്ങൾ ഗവൺമെന്റിന്റെ കീഴിലുണ്ട് അല്ലെ. ഗവൺമെന്റ് ഹാസ് സെറ്റ് അപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് വർക്ക് അറ്റ് ഡിഫറെന്റ് ലെവൽസ് ഇൻ മെഡിക്കൽ സെക്ടർ. അപ്പൊ മെഡിക്കൽ സെക്ടറിൽ ഡിഫറെന്റ് ലെവൽസിൽ പല തലങ്ങളിലായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. അതായത് പല സ്റ്റേജസിലായിട്ടല്ലേ, ഗ്രേഡ് കൂടിയതും ഗ്രേഡ് കുറഞ്ഞതുമായിട്ട് ഡിഫറെന്റ് ലെവലിലായി പ്രവർത്തിക്കുന്ന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് താഴെ പറയുന്നത്. ഇതും മുമ്പൊരിക്കൽ എക്സാമിന് 4 മാർക്കിനോ മറ്റോ വന്നിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ എഴുതി വെക്കാൻ പറ്റും. ഏതൊക്കെയാണ് ആ ഡിഫറെന്റ് ലെവലിലുള്ള മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്? നമ്മൾ ഏറ്റവും താഴെ നിന്ന് നോക്കുകയാണെങ്കിൽ ഹെൽത്ത് സബ് സെന്റർ, ആരോഗ്യ ഉപകേന്ദ്രങ്ങൾ, പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങൾ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്, ജില്ലാ ആശുപത്രി, മെഡിക്കൽ കോളേജ് തന്നെ അല്ലേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഡിഫറെന്റ് ലെവലിൽ ഒരുപാട് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ നാട്ടിൽ, നമ്മുടെ സൊസൈറ്റിയിൽ, നമ്മുടെ രാജ്യത്ത് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അത്രേ അവിടെ ഓർക്കാനുള്ളൂ. There are various hospitals in the cooperative and the private sectors. കോപ്പറേറ്റീവ് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലും, അതായത് സഹകരണ മേഖലയിലും സ്വകാര്യ മേഖലയിലൊക്കെ ഒരുപാട് ആശുപത്രികൾ നമ്മുടെ നാട്ടിലുണ്ട്. മെനി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഓപ്പറേറ്റ് ടു മേക്ക് അവൈലബിൾ മോഡേൺ ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ്. നല്ല ഏറ്റവും പുതിയ ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ പ്രൈവറ്റ് സെക്ടറിലും ഗവൺമെന്റ് സെക്ടറിലും നമ്മുടെ സൊസൈറ്റിയിലുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. There are several institutions which provide different systems of medicine like Ayurveda, Yoga, Naturopathy, Unani, Siddha, Homeopathy. അപ്പൊ ഇങ്ങനെ നമ്മൾ അലോപ്പതി കൂടാതെ, ഇംഗ്ലീഷ് മെഡിസിൻ അഥവാ അലോപ്പതി കൂടാണ്ട് ഇങ്ങനെയുള്ള ഡിഫറെന്റ് സിസ്റ്റംസ് ഓഫ് മെഡിസിനും നമ്മുടെ നാട്ടിൽ വളരെ സജീവമായിട്ടുണ്ട്. ആയുർവേദ, യോഗ, നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി, ഇതെല്ലാം തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ദെൻ അടുത്ത പാരഗ്രാഫിൽ നമ്മൾ 2 ഇൻസ്റ്റിറ്റ്യൂഷൻസ് പരിചയപ്പെടാണ്, 2 സ്കീമുകൾ പരിചയപ്പെടാണ്. ഏതൊക്കെയാ? ഒന്ന് NRHM, മറ്റൊന്ന് NUHM. ഫുൾ ഫോം ഓർക്കണം, പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ ആണ് NRHM, നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ ആണ് NUHM.
ഓക്കെ, ഇത് രണ്ടും എന്താന്നുള്ളത് വളരെ പെട്ടെന്ന് നമുക്ക് നോക്കാം. നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ ആൻഡ് നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ ഫംഗ്ഷൻ ടു മേക്ക് അവൈലബിൾ ക്വാളിറ്റി ഹെൽത്ത് സർവീസസ് ടു ഓൾ. ഓക്കെ, നല്ല ക്വാളിറ്റിയുള്ള ഗുണമേന്മയുള്ള ആരോഗ്യ സേവനങ്ങൾ, ഓക്കെ, നല്ല ഗുണമേന്മയുള്ള ഹെൽത്ത് സർവീസ്, നല്ല ക്വാളിറ്റിയുള്ള ഹെൽത്ത് സർവീസ് എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയുള്ള രണ്ട് സംവിധാനങ്ങളാണ് ഏതൊക്കെ? NRHM, NUHM. ഓക്കെ, അത് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടൂടെ പറയാണ്. ദി നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ ഓപ്പറേറ്റ്സ് ഇൻ ദി റൂറൽ സെക്ടർ. പേരിൽ തന്നെയുണ്ട്, ഗ്രാമീണ മേഖലയിൽ പ്രവർത്തിക്കുന്നതാണ് ഏത്? നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ. അത് റൂറൽ ഏരിയയിലാണ് അഥവാ ഗ്രാമീണ മേഖലയിലാണ്. അപ്പൊ എന്തായിരിക്കും അർബൻ ഹെൽത്ത് മിഷൻ? ദി നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ പ്രൊവൈഡ്സ് improved health services to the residents of urban slums and other marginalized people in towns with a population of more than 50,000. ഓക്കെ, അതായത് ഈ നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ എന്ന് പറയുമ്പോൾ, അതായത് ദേശീയ നമ്മൾ മലയാളം പറയുകയാണെങ്കിൽ ആദ്യത്തേത് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ നമ്മൾ പറഞ്ഞല്ലോ, ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ എന്ന് പറയും. അതേപോലെ രണ്ടാമത്തേതാണ് നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ ആണ് അല്ലെ, ദേശീയ നഗരാരോഗ്യ മിഷൻ എന്ന് പറയാം, നഗരാരോഗ്യ മിഷൻ. അപ്പൊ അതിന്റെ ഫംഗ്ഷൻ എന്താണ്? that provides improved health services to the residents of urban slums. Slums അറിയാലോ, ചേരികളാ. അപ്പൊ urban center എന്ന് പറയുമ്പോൾ നഗരങ്ങളാണ്. ആ നഗരങ്ങളിൽ തീരെ സൗകര്യമില്ലാണ്ട് ജീവിക്കുന്ന ആളുകളാണ് സ്ലംസിൽ ഉണ്ടാവുക. അപ്പൊ ആ urban slumസിലുള്ള ആളുകൾക്ക് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. And other marginalized people in towns with a population of more than 50,000. അതായത് 50,000-ൽ കൂടുതൽ ആൾക്കാർ ജീവിക്കുന്ന, താമസിക്കുന്ന, കഴിയുന്ന നഗരങ്ങളിലെ മാർജിനലൈസ്ഡ് പീപ്പിൾ എന്ന് പറയുമ്പോൾ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾ. അതായത് അവര് ജീവിക്കുന്നത് സിറ്റിയിലൊക്കെയാണ്, പക്ഷെ എന്തില്ല, നല്ല എംപ്ലോയ്മെന്റ് ഇല്ല, നല്ല പിന്നെ മറ്റ് സൗകര്യങ്ങളില്ല, നല്ല വീടോ കാര്യങ്ങളോ അതില്ല, നല്ല ഇൻകം ഇല്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആളുകൾ, അവരെ നമ്മൾ മാർജിനലൈസ്ഡ് പീപ്പിൾ എന്ന് വിളിക്കുന്നത്, പാർശ്വവൽക്കരിക്കപ്പെട്ട ആൾക്കാർ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കും urban സ്ലംസിൽ കഴിയുന്ന ആളുകൾക്കൊക്കെ നല്ല ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ ഫംഗ്ഷൻ ചെയ്യുന്നത്. Okay, so as a result of these programs and activities, the life expectancy of India has been improved. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് പ്രോഗ്രാംസിന്റെ, പ്രൊജക്ട്സിന്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യത്ത് ലൈഫ് എക്സ്പെക്ടൻസി വർദ്ധിപ്പിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറഞ്ഞൊക്കെയാണെങ്കിൽ ആയുർദൈർഘ്യമാണ്, അത് ഒരാൾ എത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന കണക്ക്, ആയുർദൈർഘ്യം. അപ്പൊ ആ ഒരു ലൈഫ് എക്സ്പെക്ടൻസി കൂട്ടിക്കൊണ്ടുവരാൻ, ഇംപ്രൂവ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിന്റെ കണക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇന്ത്യയുടെ ലൈഫ് എക്സ്പെക്ടൻസി ഫീമെയിൽ ആണെങ്കിൽ, സ്ത്രീകളുടെ ലൈഫ് എക്സ്പെക്ടൻസി ആണെങ്കിൽ ആവറേജ് എത്രയാണ്? 67.7 ആണ്. മെയിൽ ആണെങ്കിൽ, പുരുഷന്മാരാണെങ്കിൽ 64.6 ആണ്. ടോട്ടൽ പറയുകയാണെങ്കിൽ 66.1 ആണ്. അപ്പോൾ സ്ത്രീകൾക്കാണ് കുറച്ചും കൂടി ആയുർദൈർഘ്യം കൂടുതൽ. പുരുഷന്മാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്ത്രീകളാണ് കുറച്ചും കൂടി കൂടുതൽ കാലം ജീവിക്കുന്നത് എന്നാണ് നമ്മൾ ഈ ഒരു കണക്ക് പ്രകാരം, ഈ ഒരു സെൻസസ് 2011 സെൻസസ് ആണ്, അത് പ്രകാരം നമുക്ക് മനസ്സിലാവുന്നത്. സോ ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുമ്പോൾ അതെന്താണ്? അത് അവിടെ കൊടുത്തിട്ടുണ്ട്, അണ്ടർലൈൻ ചെയ്തോളാം. ലൈഫ് എക്സ്പെക്ടൻസി is the expected average years of life of a person lives. Life expectancy is the expected average years of life of a person lives. ശരാശരി എത്ര വയസ്സ് വരെ ഒരാൾ ജീവിച്ചിരിക്കും എന്നതിന്റെ കണക്കാണ്, എന്നതാണ് ഈ ആയുർദൈർഘ്യം അല്ലെങ്കിൽ ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ കാര്യമായിട്ട് നമുക്ക് നോക്കാനുള്ളത്. അവസാനത്തെ ഒരു കൺക്ലൂഡിങ് സെന്റൻസ് ഉണ്ട്, അതിന് പ്രത്യേകിച്ച് നമുക്കൊന്നും പഠിക്കാനില്ലെങ്കിലും വളരെ പെട്ടെന്ന് അതൊന്ന് വായിച്ച് നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. വേരിയസ് റിസോഴ്സസ് ആർ ടു ബി യൂസ്ഡ് പ്രോപ്പർലി ഫോർ ദി ഇക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിന്റെ ഇക്കണോമിക് ഡെവലപ്മെന്റിന് നമ്മൾ വേരിയസ് റിസോഴ്സസ്, പലതരത്തിലുള്ള വിഭവങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യേണ്ടതുണ്ട്. വി ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഹ്യൂമൻ റിസോഴ്സ് ഇസ് as important as natural resource, അല്ലെ? അതായത് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് നാച്ചുറൽ റിസോഴ്സ് പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിസോഴ്സ് ആണ്. When the natural resources are combined with the human efforts, there is an increase in production leading to economic development. അതായത് ഈ ഒരു നാച്ചുറൽ റിസോഴ്സസും ഹ്യൂമൻ റിസോഴ്സസും കൂടി ചേരുമ്പോഴാണ്, അല്ലെങ്കിൽ നാച്ചുറൽ റിസോഴ്സസിലേക്ക് ഹ്യൂമൻ എഫേർട്സ് കടന്നു വരുമ്പോഴാണ്, നാച്ചുറൽ റിസോഴ്സസിലേക്ക് ഹ്യൂമൻ എഫേർട്സ് കടന്നു വരുമ്പോഴാണ്
പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതും ഒരു രാജ്യത്തിന് ഇക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാവുന്നതുമൊക്കെ. Therefore, planned efforts are required in the education and health sectors to develop a human resource. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ആവശ്യമാണ്? പ്ലാൻഡ് എഫേർട്സ് in the field of education and health sectors, അല്ലെ? ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്പ് ചെയ്താലേ ഒരു രാജ്യത്തിന് പ്രോഗ്രസ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ എഡ്യൂക്കേഷൻ സെക്ടറിലും ഹെൽത്ത് സെക്ടറിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? വളരെ പ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതുണ്ട്. ഓൺലി ദെൻ ക്യാൻ റിസോഴ്സസ് can the quality and development of human resource be attained. അവിടെ സെന്റൻസ് അത്ര ഒരു ക്ലിയർ അല്ല, ഒരു ക്ലാരിറ്റി ഇല്ല. പക്ഷെ ഇവിടെ അർത്ഥമാക്കുന്ന എത്രയേ ഉള്ളൂ, അങ്ങനെ നമ്മൾ നല്ല എഡ്യൂക്കേഷനും നല്ല ഹെൽത്ത് കെയർ ഒക്കെ പ്രൊവൈഡ് ചെയ്ത് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മെച്ചപ്പെടുത്തിയെങ്കിൽ മാത്രമേ എന്ത് സാധ്യമാവുള്ളൂ? ഒരു രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് പ്രോഗ്രസ് സാധ്യമാവുള്ളൂ. ഓക്കെ, ജസ്റ്റ് ഒരു കൺക്ലൂഡിങ് സെന്റൻസ് ആയിട്ട്, ഒരു കൺക്ലൂഡിങ് പാരഗ്രാഫ് ആയിട്ട് കണ്ടാൽ മതി. നമുക്ക് അവിടെ എക്സാം ഓറിയന്റഡ് ആയിട്ട് യാതൊന്നും തന്നെ ആ ഒരു പാരഗ്രാഫിലില്ല. അതുകൊണ്ട് നിങ്ങളത് ആ ഒരു പാരഗ്രാഫ് നിങ്ങൾ വായിച്ചു നോക്കേണ്ട കാര്യമില്ല, നമുക്കത് ധൈര്യപൂർവ്വം സ്കിപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ അത്യാവശ്യമില്ലാത്ത, നമുക്ക് ആവശ്യമില്ലാത്ത പാരഗ്രാഫ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒരു പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് ജസ്റ്റ് എന്ത് ചെയ്യാം? ഇങ്ങനെ ഒരു ക്രോസ് ലൈൻ ഇടാം. ഒന്നുകിൽ ഇങ്ങനെ 2 ലൈനോ അതല്ലെങ്കിൽ ജസ്റ്റ് ഒരൊറ്റ ലൈൻ ഇടാം. എന്താ വെച്ചാൽ നമുക്കറിയാം ഏറ്റവും കണ്ടന്റ് കൂടുതലുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഇത്, നമ്മുടെ സോഷ്യൽ സയൻസ്. അപ്പൊ നമ്മൾ ടെക്സ്റ്റ് ഇങ്ങനെ വായിക്കുന്ന സമയത്ത്, എക്സാമിന്റെ സമയത്തൊക്കെ ഇങ്ങനെ വായിക്കുന്ന സമയത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ക്രോസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മെന്റൽ റിലീഫ് കിട്ടും. നമുക്ക് ഇത് പഠിക്കാനില്ലല്ലോ, അപ്പൊ ധൈര്യമായിട്ട് നമുക്ക് പേജ് മറിച്ച് പോവാലോ എന്നുള്ള ഒരു ആശ്വാസം നമുക്ക് കിട്ടും. അത് ഒരു വലിയ ഫാക്ടർ തന്നെയാണ്. നമ്മളിങ്ങനെ ഒരുപാട് പഠിക്കാനുണ്ടാകുമ്പോൾ ചില ഭാഗങ്ങൾ നമുക്ക് ആവശ്യമില്ല എന്ന് കാണുമ്പോൾ അത് നമുക്കൊരു നല്ലൊരു ഒരു ഫ്രഷ് അപ്പ് എന്നൊരു എനർജി നമുക്ക് പിന്നെ തരുന്നുണ്ട്. എനിവേ, നിങ്ങളെ താല്പര്യം പോലെ ചെയ്യുക. ഏതായാലും നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ എന്നുള്ള ഈ ഒരു ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഒരു പുതിയ യൂണിറ്റുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.